മുതിർന്ന കോൺഗ്രസ് നേതാവ് മമ്പറം ദിവാകരൻ സ്ഥാനാർത്ഥി. വേങ്ങാട് പഞ്ചായത്തിലേക്കാണ് മമ്പറം ദിവാകരൻ മത്സരിക്കുന്നത്. ബിജേഷ് ഗോവിന്ദൻ നൽകും. ബിജേഷ്, വിശദാംശങ്ങൾ. ദിവ്യ, ഇത് സിപിഎമ്മിന്റെ ഒരു കുത്തകയായിട്ടുള്ള പഞ്ചായത്താണ് വേങ്ങാട് ഗ്രാമപഞ്ചായത്ത്. അതിലേക്കാണ് ഇപ്പോൾ മമ്പറം ദിവാകരൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് മത്സരിക്കുന്നത്. പഞ്ചായത്തിലെ 15-ാം വാർഡ് കീഴത്തൂർ ബാലവാടി എന്ന് പറയുന്ന വാർഡിലേക്കാണ് മമ്പറം ദിവാകരൻ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ന് അദ്ദേഹം നോമിനേഷൻ നൽകുകയും ചെയ്യും. സിപിഎമ്മിന്റെ ഒരു സിറ്റിംഗ് വാർഡാണ് ഈ കീഴത്തൂർ ബാലവാടി വാർഡ്. കഴിഞ്ഞ തവണ അവിടെ നിന്ന് സിപിഎം അംഗമായിരുന്നു വിജയിച്ചു കയറിയത്. ഈ വാർഡ് തിരിച്ചുപിടിക്കുക എന്നുള്ളതാണ് മമ്പറം ദിവാകരനെ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. നേരത്തെ തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മമ്പറം ദിവാകരനെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കാത്തതിന്റെ പേരിൽ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ കെ സുധാകരനെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്തെത്താൻ ഇരിക്കെയായിരുന്നു മമ്പറം ദിവാകരനെ പാർട്ടി തിരിച്ചെടുത്തത്. അതിനുശേഷമാണ് ഇപ്പോൾ മമ്പറം ദിവാകരനെ തന്നെയായിരുന്നു പരിഗണിച്ചു വന്നിരുന്നത്. വിജേഷ്, അതോ അപ്രതീക്ഷിതമായിട്ടാണോ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം? വളരെ അപ്രതീക്ഷിതമായിട്ടാണ് മമ്പറം ദിവാകരന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാരണം വേങ്ങാട് എന്ന് പറയുന്നത് സിപിഎമ്മിന്റെ ഒരു കുത്തകയായിട്ടുള്ള പഞ്ചായത്ത് കൂടിയാണ്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിൽ ഒരു മുതിർന്ന നേതാക്കന്മാർ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രശസ്തിയുള്ള ആൾക്കാരെ രംഗത്തിറക്കുക എന്ന് പറയുന്നത് വളരെ അവിചാരിതം തന്നെ എന്ന് നമുക്ക് പറയാം. ഏതായാലും മുതിർന്ന നേതാവായിട്ടുള്ള മമ്പറം ദിവാകരനെ രംഗത്തിറക്കിക്കൊണ്ട് വേങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ ഏതെങ്കിലും തരത്തിലൊരു ചലനം സൃഷ്ടിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇപ്പോൾ UDF-ഉം കോൺഗ്രസും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ദിവ്യ.